BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് താമര വിരിയുമെന്ന അവകാശവാദവുമായി BJP നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തൂക്കുസഭയിൽ 30-ലേറെ സീറ്റുകൾ നേടി കറുത്ത കുതിരകളാവുമെന്ന് പുറത്തു പറയുമ്പോഴും നിലവിൽ BJPയുടെ വിലയിരുത്തൽ 2 സീറ്റുകൾ ഉറപ്പെന്നാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെയും കഴക്കൂട്ടത്ത് V മുരളീധരന്റെയും വിജയം ഉറപ്പെന്ന വിലയിരുത്തിയാണ് കഴിഞ്ഞ ദിവസം രാത്രി വൈകി നേതാക്കൾ പിരിഞ്ഞത്. കാട്ടാക്കട, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, മഞ്ചേശ്വരം, പാലക്കാട് അടക്കം 10 ഇടങ്ങളിൽ അട്ടിമറിക്കും സാധ്യതയുണ്ടെന്നും BJP വിലയിരുത്തുന്നു. നേമത്ത് ന്യൂനപക്ഷ വോട്ടുകൾ 2ആയി വിഭജിച്ചെന്ന് BJP വിലയിരുത്തുന്നുണ്ട്. ശിവൻകുട്ടിക്കും ശബരിനാഥനുമായി ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെട്ടപ്പോൾ നിഷ്പക്ഷ യുവ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചെന്നാണ് BJP നേതാക്കളുടെ വിലയിരുത്തൽ. ശബരിമല വിഷയം ചർച്ചാ വിഷയമായത് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെതിരും V മുരളീധരന് അനുകൂലമാകുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. വട്ടിയൂർക്കാവിലും കാട്ടാക്കടയിലും ഉയർന്ന പോളിംഗിലും BJPക്ക് പ്രതീക്ഷയുണ്ട്. മഞ്ചേശ്വരത്ത് ഇത്തവണ പ്രവാസി വോട്ടുകൾ കൂട്ടമായി എത്താത്തത് സുരേന്ദ്രന് ഗുണമാകുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. പാലക്കാടും ചാത്തന്നൂർ, മണലൂർ പോലുള്ള മണ്ഡലങ്ങളിലും അട്ടിമറിക്കും സാധ്യതയുണ്ടെന്ന് BJP കണക്കുകൂട്ടുന്നു. അതേസമയം നേമത്ത് ഉറച്ച ജയപ്രതീക്ഷയിലാണ് ശിവൻകുട്ടിയും ശബരിനാഥും. ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് ജയം തടയാനാവില്ലെന്നാണ് V ശിവൻകുട്ടിയുടെ ആത്മവിശ്വാസം. രാഷ്ട്രീയ സാഹചര്യങ്ങൾ UDFന് അനുകൂലമായിരിക്കുമെന്നും അട്ടിമറി ഉണ്ടാകുമെന്നും ശബരിനാഥൻ പറയുന്നു. നേമം മണ്ഡലം നിലനിർത്താനാകുമെന്നും അത് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമില്ലെന്നും LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി പറയുന്നുണ്ട്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.